വടകരയിൽ ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് യുഡിഎഫിന്റെ മാർച്ച്. കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിലാണ് മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. കെ രമയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ആദ്യം ദൃശ്യങ്ങൾ കാണാം. രാഹുൽ ഗാന്ധിയുടെ വോട്ടറാധികാർ യാത്രയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പേരാമ്പ്രയിൽ യുഡിഎഫ് നടത്തിയ നൈറ്റ് മാർച്ചിനിടയിലും സംഘർഷമുണ്ടായി. പ്രവർത്തകർ സിപിഐഎം പോസ്റ്ററുകൾ വലിച്ചു കീറി. കോഴിക്കോട് ജില്ലയിലെ മന്ത്രിമാരെ തടയാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനം. ഷാഫി പറമ്പിൽ എംപിക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ജില്ലയിലെ ക്രമസമാധാനം തുടരണോ വേണ്ടയോ എന്നത് ഗവൺമെന്റിനും പാർട്ടിക്കും തീരുമാനിക്കാമെന്ന് യൂത്ത് കോൺഗ്രസിന്റെ വെല്ലുവിളി. നിഖിൽ പ്രവേശും ഷഹദ് റഹ്മാനും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ആദ്യം നിഖിൽ പ്രവേശിലേക്കാണ്. നിഖിൽ, നേരത്തെ ഷാഫി പറമ്പിലിനെ തടഞ്ഞതിന് പിന്നാലെ യുഡിഎഫിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച്, വലിയ പ്രതിഷേധം, എംഎൽഎയുടെ കുത്തിയിരുന്ന പ്രതിഷേധം. ഈ ഷാഫിയെ തടയുന്ന ഘട്ടത്തിൽ പോലീസ് നോക്കുകുത്തിയായി നിന്നു എന്നുള്ള വിമർശനം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. എന്താണ് സ്റ്റേഷന് മുന്നിലെ സാഹചര്യം ഇപ്പോൾ? നിഖിൽ പ്രമേഷ്. ശ്രീജിത്ത്, വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ പ്രതിഷേധമാണ് കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടന്നത്. കാരണം വടകരയിൽ ഇന്ന് ഷാഫി പറമ്പിലിനെ SFI DYFI പ്രവർത്തകർ തടയുന്ന സാഹചര്യമുണ്ടായി. അദ്ദേഹത്തിന്റെ വാഹനത്തിന് കേടുപാടുകൾ സംഭവിപ്പിക്കാൻ ശ്രമിക്കുകയും അദ്ദേഹത്തിന് യാത്ര തടസ്സപ്പെടുത്തുകയും അദ്ദേഹത്തെ അസഭ്യം വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. MP നേരിട്ട് തന്നെ ഈ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നതും കണ്ടു. അതേ ഭാഷയിൽ തന്നെ ഇങ്ങനെയാണ് ഒരു MP യോട് പെരുമാറുന്നതെങ്കിൽ അതേ ഭാഷയിൽ മന്ത്രിമാരോട് പ്രതികരിക്കേണ്ടി വരും എന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളടക്കം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഞാനിപ്പോൾ ഉള്ളത് പേപ്പറയിലാണ്. അവിടെ രാജ്യവ്യാപകമായി രാഹുൽ ഗാന്ധി ഉയർത്തിയിട്ടുള്ള വോട്ട് കൊള്ള ആരോപണത്തിൽ അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലുള്ള ഒരു നൈറ്റ് മാർച്ചാണ് അല്പസമയം മുൻപ് അവസാനിച്ചത്. വലിയ ജനപങ്കാളിത്തമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. വലിയ ഈ ശക്തമായിട്ടുള്ള ഈ മഴയിലും വലിയ ജനപങ്കാളിത്തം തന്നെ കാണാൻ കഴിയുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹത്തോട് ഈ രീതിയിലാണ് ഈ SFI DYFI പ്രവർത്തകർ പെരുമാറുന്നതെങ്കിൽ അതേ നാണയത്തിലുള്ള മറുപടിയെ പ്രതീക്ഷിക്കാവൂ എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടക്കം പറയുന്ന ഒരു കാര്യം. എന്തായാലും ഷാഫി പറമ്പിൽ ഇപ്പോൾ ഈ പരിപാടി പൂർത്തിയാക്കി അദ്ദേഹം വേദിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രതികരണം നമുക്ക് ഈ വിഷയത്തിൽ തേടാൻ കഴിയും. ഈ വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ കെ രമ എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകുന്നത്.